ഹേ ഗൈസ്, രഞ്ജിത്ത് ഹിയർ. സോ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണിത്. സോ ഇവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കോർ നേടിക്കൊണ്ട് മേ ബി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടാകാം. എങ്കിലും അധികം ആസ്പിരൻസും സ്റ്റക്കായി പോകുന്ന ഒരു ഘട്ടമാണിത്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സോണിൽ വരാൻ സാധ്യതയുള്ള ഒരു ഫേസാണിത്. കാരണം അതിലൊരു വിഭാഗം ആളുകൾ മേ ബി ഇപ്പോഴും ആ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാകും. അത് വന്നതിന് ശേഷം കാര്യമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിലും കട്ട് ഓഫ് ഗസ് ചെയ്തുകൊണ്ട്, അതായത് ഇതിൽ ഏത് എക്സാമിനേഷൻ ആയിരിക്കും ക്ലിയർ ചെയ്യാൻ സാധിക്കുക, ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ ആ കട്ട് ഓഫ് ഗസ് ചെയ്ത് നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അതുപോലെ തന്നെ ഈവൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ഒരല്പം റാൻഡം ആയിട്ടൊക്കെ പഠിച്ചുകൊണ്ട് മേ ബി അഡ്വാൻസ് ലെവലിൽ ചില ടോപ്പിക്കൽ കവർ ചെയ്യുക, അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കൽ പഠിക്കുക, ഇങ്ങനെയൊക്കെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ടാകും. ഇവിടെയുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ 3 അപ്രോച്ചസിനും യഥാർത്ഥത്തിലൊരു അൺസർട്ടനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനുണ്ട്. വളരെ ഒബ്വിയസ് ആണ് അതിൻ്റെ കാരണം റിസൾട്ട് വന്നിട്ടില്ല, കട്ട് ഓഫ് മാർക്സ് നമ്മൾക്ക് അറിയില്ല, ഏത് മെയിൻസ് എക്സാമിനേഷനാണ് നമുക്ക് എഴുതാൻ സാധിക്കുക എന്നൊരു കാര്യത്തിൽ നമ്മൾക്കൊരു വ്യക്തതയില്ല. സോ ഒബ്വിയസ് ആയിട്ട് വരുന്നൊരു ചിന്തയാണിത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊരു കാര്യമാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾക്കൊന്ന് നോക്കാം. ഞാനിവിടെ 2 എക്സാമിനേഷൻസിൻ്റെ റിസൾട്ടാണ് കമ്പാരിസന് വേണ്ടി എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റി നോക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം ഒന്നാമതായിട്ട് ഇപ്പോൾ കമ്പനി ബോർഡ് എന്ന് പറയുന്നത് പ്രോബബ്ലി നമ്മൾക്ക് ഈ ഡിഗ്രി പ്രിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റുകളിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് മാർക്സ് പ്രതീക്ഷിക്കാവുന്ന, അതായത് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് താരതമ്യേന ഉയർന്ന കട്ട് ഓഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണിത്. സോ അത്തരത്തിൽ കൂടുതൽ അപ്ലിക്കൻസ് ഉള്ള, പ്രോബ്ലി ഈ ഒരു ഡിഗ്രി പ്രിലിംസിലുള്ള പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻസ് ഉള്ള 2 പോസ്റ്റുകൾ, അതുപോലെ തന്നെ വേക്കൻസിയുടെ ആ ഒരു ഡിഫറൻസ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ 2 പോസ്റ്റുകൾ കമ്പാരിസന് വേണ്ടി എടുത്തിട്ടുള്ളത്. മറ്റുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്ത ആളുകൾക്കും സ്വീകരിക്കാവുന്ന ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ, ഇവിടെ നമുക്ക് ഈ പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ 2 എക്സാമിനേഷൻസും ക്ലിയർ ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞ കട്ട് ഓഫ് മാർക്സ് വരാൻ സാധ്യതയുള്ള അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നു, എന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി ഒരു വേഴ്സ് കേസ് എന്ന് പറയുന്നത് ഈ 2 എക്സാമിനേഷൻസും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് കാണേണ്ട പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ആണ്. അതായത് ഈ 2 എക്സാമിനേഷൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതിലൊന്നാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സോ റിസൾട്ട് അറിയാത്ത ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ പ്രിപ്പറേഷൻസ് ചെയ്യും, അത് വളരെ സെൻസിബിളായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കാണ് പ്രിപ്പയറിംഗ് ഫോർ ദ റിസൾട്ട്സ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. റിസൾട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതെ മുൻപിലുള്ള പോസിബിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം ഈ റിസൾട്ട് എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമല്ല, പ്രിപ്പറേഷൻ എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ്. ഈ ഘട്ടത്തിൽ ഈ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ മുൻപിൽ വരാൻ സാധ്യതയുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആ പോസിബിലിറ്റീസിനെല്ലാം തന്നെ നമ്മൾക്ക് ആ ഒരു ഘട്ടത്തിൽ എങ്ങനെ റെഡിയാകാനായിട്ട് സാധിക്കും, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. ബിക്കോസ് ദ റീസൺ ഇസ് വെരി സിമ്പിൾ. ദ പ്രോബ്ലം ഇസ് നോട്ട് ദ റിസൾട്ട്, ദ പ്രോബ്ലം ഇസ് പ്രിപ്പയറിംഗ് വിത്തൗട്ട് എ പ്ലാൻ. അതായത് റിസൾട്ട് അല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. റിസൾട്ട് എപ്പോൾ വേണമെങ്കിലും വരാം. റിസൾട്ട് വരുന്നതിന് മുൻപ് ഒരു ഡയറക്ഷനും ഇല്ലാതെ നമ്മൾ നടത്തുന്ന ആ ഒരു പഠനം, അത് വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ ഡിഗ്രി തലത്തിലുള്ള ഒരു റാങ്ക് മേക്കിംഗ് എക്സാമിനേഷൻ്റെ പഠനം ആരംഭിക്കുന്ന ആ ഒരു ഘട്ടം തന്നെ ഒരു പ്ലാനും ഇല്ലാതെ ഇന്നൊരു ടോപ്പിക്ക് പഠിക്കുന്നു, നാളെ മറ്റൊരു ടോപ്പിക് ആയിരിക്കും പഠിക്കുക, അങ്ങനെ റാൻഡം ആയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഒരിക്കലും ഗുണകരമാവില്ല. മേ ബി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകും, എഫേർട്ട് ഉണ്ടാകും, മണിക്കൂറുകൾ പഠനം നടത്തുന്നുണ്ടാകും, പ്രോഗ്രസ് ഉണ്ടാവില്ല. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു റാങ്ക് മേക്കിംഗ് എക്സാമിനേഷനിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് വേണം എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് വി ഹാവ് എ സ്മാർട്ട് വേ ടു പ്രിപ്പയർ. ഒരു പ്രിപ്പറേഷൻ ഒരു തരത്തിലുമുള്ള റിഗ്രറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രിപ്പറേഷൻ. നിങ്ങളിനി 2 എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താലും, ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താലും, ഇനി വേഴ്സ്റ്റ് കേസിൽ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷനും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാതെ വന്നാലും ആ ഒരു ഘട്ടത്തിൽ ഒരു റിഗ്രറ്റും നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. അത്തരത്തിലുള്ള ഒരു സ്മാർട്ട് പ്രിപ്പറേഷനാണ് നമ്മൾക്ക് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. സോ ആ ഒരു അപ്രോച്ച് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ 2 പോസ്റ്റുകൾ, അതിൻ്റെ ഒരു സിലബസ് ആണ്. ഓഫ് കോഴ്സ് അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ്, അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് ഇൻ യൂണിവേഴ്സിറ്റീസ്, ഈ 2 പോസ്റ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ചുരുക്കം ചില സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാറ്റി നിർത്തിയാൽ ഇവിടെയുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ്. അതിനെയാണ് നമ്മൾ ഈ കോമൺ കോർ ടോപ്പിക്സ് എന്ന രീതിയിൽ പറയുന്നത്. അതിനെക്കുറിച്ച് വളരെ പ്രാക്ടിക്കലായിട്ട് അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, ഇതാണ് ഇവിടെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ആ ടോപ്പിക്കുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ
വളരെ ലോവസ്റ്റ് റിസ്കിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ളത് ഇതാണ്. ആൻഡ് ദ റീസൺസ്, അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ നിന്നും തുടങ്ങുന്നത്? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മാക്സിമം ഓവർലാപ്പാണ്. ഇനി ഈ റിസൾട്ട് വരുന്നതിന് മുൻപ് നമ്മൾ ഈ ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്ത് വളരെ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് മാക്സിമം ഫ്ലെക്സിബിലിറ്റി ലഭിക്കും. അതായത് ഏതൊരു ഡയറക്ഷനിലേക്ക് തിരിയാനുമുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്കുണ്ടാകും. ആൻഡ് ദ തേർഡ് പോയിന്റ്, മിനിമം റിഗ്രറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷന് തയ്യാറെടുത്ത് അതിൻ്റെ റിസൾട്ട് നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മളൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തു, സോ അതിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നില്ല എന്നൊരു ചിന്ത ആ ഒരു ഘട്ടത്തിൽ വരും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സോ അതിന് സാധ്യമായ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ പ്രിപ്പറേഷനെ ഡിസൈൻ ചെയ്യേണ്ടത്. അത്തരത്തിലൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലോവസ്റ്റ് റിസ്ക്, അതോടൊപ്പം തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള റിട്ടേണും നമുക്ക് കിട്ടണം. ഇനി പ്രാക്ടിക്കലി ആ ഒരു പ്രിപ്പറേഷൻ റോഡ് മാപ്പ് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ അതിനെ നെയിം ചെയ്തിട്ടുള്ളത് കോമൺ കോർ റോഡ് മാപ്പ് എന്ന രീതിയിലാണ്. അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ സ്റ്റേജ് 1 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ആപ്റ്റിറ്റ്യൂഡ് റീജിയൻ, അതായത് MEM എന്ന് നമ്മൾ പറയുന്ന മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം. 30% ഒരു ഷെയർ ആണ് നമ്മൾക്ക് ഈ ഒരു പരീക്ഷയിൽ മെയിൻസ് എക്സാമിനേഷന് ഈ വിഭാഗത്തിനുള്ളത്. ഇനി GK കോമൺ എന്ന രീതിയിൽ നമ്മൾ പറയുന്ന റീജിയൻ ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ്, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന GK ടോപ്പിക്കുകളാണ്. ഇപ്പോൾ ഈ GK കോമൺ ഒരു 28% ഷെയർ ഉണ്ട്. സോ ടോട്ടലി 58% ഒരു മാർക്ക് ഷെയർ മെയിൻസ് എക്സാമിനേഷന് നമ്മൾക്ക് ഈ ടോപ്പിക്കുകളായിട്ടുണ്ട്. കൂടാതെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി പഠിച്ച ടോപ്പിക്കുകളാണ്. സോ നമ്മൾക്ക് അവിടെ ഒരിക്കലും തുടക്കം മുതലുള്ള ഒരു പഠനം ആവശ്യമില്ല. ആ പഠിച്ച കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് പോളിഷ് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം. അതിൻ്റെ ഒരു ഗുണം എന്താണ്? നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ടോപ്പിക്കുകൾ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 58% ഒരു കവറേജ് നമുക്ക് ആ ഒരു പ്രിപ്പറേഷനിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ്. ഒരു 15% ഷെയർ അവിടെയുണ്ട്. മെയിൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളമുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ പഠനം വളരെ വ്യക്തമായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത് നമുക്ക് ചെയ്യാം. കാരണം കൂടുതൽ മാർക്സിൻ്റെ ഷെയർ ഉണ്ട്. സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം. അതിനെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ നോക്കുക, ഈ 2 സ്റ്റേജസ് കഴിയുമ്പോഴേക്കും 73% സിലബസ് നിങ്ങൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ആ പെർസെൻറ്റേജ് മാർക്സ് വരുന്ന സിലബസ് നിങ്ങൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി റിസൾട്ടിന് ശേഷമൊക്കെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്യാവുന്ന വിഭാഗമാണ് ഈ സ്റ്റേജ് 3 നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജനറൽ സയൻസ് വിഭാഗം അതിലുണ്ട്, കേരള ഗവേണൻസ്, അതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ, അതായത് ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് എന്ന രീതിയിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് എന്ന രീതിയിലുമൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരല്പം ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ഒരു റീജിയൻ എന്ന് പറയുന്നത് ജനറൽ സയൻസ് ആണ്. സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് സമയം ആവശ്യമായിട്ട് വരും. എന്നാൽ കേരള ഗവേണൻസ് എന്ന ടോപ്പിക്കും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളും പ്രത്യക്ഷത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചില ആസ്പിരൻസിനൊക്കെ തോന്നുന്ന വിഭാഗമാണ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ടാർഗറ്റ് ചെയ്ത് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജിയനാണിത്. ഇനി ഇവിടെയുള്ള ഈ മാർക്സിൻ്റെ ഒരു ഷെയർ നോക്കുക. ഈ 2 എക്സാമിനേഷൻസും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ജനറൽ സയൻസിന് അറൗണ്ട് ഒരു 9 to 12%, കേരള ഗവേണൻസിന് ഒരു 5 to 10%, സ്പെഷ്യൽ ടോപ്പിക്കുകൾ നോക്കിയാൽ ഒരു 5 to 13 എന്ന രീതിയിലാണ് അവിടെയുള്ള ഒരു ഷെയർ ഉള്ളത്. ഇത് എക്സാം സ്പെസിഫിക് ഫോക്കസ് എന്ന് നമുക്ക് പറയാവുന്ന ഏരിയയാണ്. സോ അങ്ങനെ വളരെ സോളിഡായിട്ട് നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. വൺ സ്ട്രാറ്റജി, മാക്സിമം കവറേജ് നമുക്ക് ഇതിലൂടെ കിട്ടും, 0 റിഗ്രറ്റ്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം. ഈ ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. കാരണം ഈ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ പ്രിലിംസിന് വേണ്ടി ഓൾറെഡി പ്രിപ്പറേഷൻ നടത്തിയ ടോപ്പിക്കുകളാണ്. ഭാവിയിൽ എല്ലാ എക്സാമിനേഷൻസിനും നമ്മൾക്ക് യൂസ്ഫുൾ ആകുന്ന ടോപ്പിക്കുകളാണ്. അതോടൊപ്പം തന്നെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ള ടോപ്പിക്കുകൾ പഠിക്കാനുള്ള സമയം കൂടുതലായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മളിവിടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യക്തത കിട്ടും ഏത് എക്സാമിനേഷനാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് എക്സാമിനേഷനാണ് നമ്മൾ പഠിക്കുന്നത് എന്നൊരു കാര്യം. ആ ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ എക്സാം സ്പെസിഫിക് ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്ത് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി തേർഡ് പോയിന്റ്, സ്മാർട്ടസ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ റിസൾട്ട് എന്ത് തന്നെയായാലും, ഔട്ട്കം എന്ത് തന്നെയായാലും നമ്മൾക്കൊരു റിഗ്രറ്റ് വരാൻ പാടില്ല എന്നൊരു കാര്യമാണ് പ്രത്യേകമായിട്ട് നമ്മൾ സൂചിപ്പിച്ചത്. സോ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലാനാണിത്. കാരണം ഓർക്കുക, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമിനേഷനാണ് ക്ലിയർ ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയാണ് എങ്കിൽ തന്നെ നിങ്ങൾ ആ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കും. 2 എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്താലും നിങ്ങൾ ആ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. സോ അവിടെ ഈക്വൽ ബെനിഫിറ്റ് ആണ്. ഇനി വേഴ്സ് കേസിൽ നിങ്ങൾക്ക് ഒരു എക്സാമിനേഷനും ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതുക. ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷനാണിത്. അങ്ങനെയാണ് എങ്കിൽ തന്നെ നിങ്ങൾ അവിടെ നടത്തിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ ഭാവിയിൽ എല്ലാ എക്സാമിനേഷനും ഇൻക്ലൂഡിങ് LDC നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മറ്റുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിലാണെങ്കിൽ പോലും വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷനിലൂടെ
ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഈ സ്മാർട്ടസ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ ഉള്ളത് നമുക്കറിയാം ഒരു അൺസർട്ടൻ സിറ്റുവേഷനിലായിരിക്കാം പലരും ഈ ബോർഡർ ലൈൻ സ്കോറൊക്കെ നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അൺസർട്ടൻ സിറ്റുവേഷൻ തന്നെയാണ്. എന്നാൽ അവിടെ മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഈ രീതിയിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠനം നടത്താൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, വൺ റിസൾട്ട് ഡസൻറ്റ് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. അതായത് ഏതെങ്കിലും ഒരു റിസൾട്ട് ഒന്നും നിങ്ങളുടെ എൻറ്റയർ ഫ്യൂച്ചറിനെയും ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ടുഡേയ്സ് പ്രിപ്പറേഷൻ ഡിസൈഡ്സ് യുവർ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ അത് നിങ്ങളുടെ അടുത്ത ഓപ്പർച്യൂണിറ്റി തീരുമാനിക്കുന്ന ഒരു ഘടകമാണ്. ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർക്കുക. ഒരിക്കലും ഈ ഒരു ഘട്ടത്തിൽ കട്ട് ഓഫ് മാർക്സ് ഗെസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റിസൾട്ട് എന്താകും എന്ന ഒരു ആശങ്കയിലോ ഒന്നും ഒരിക്കലും സമയം നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല. സ്റ്റാർട്ട് നൗ ആൻഡ് സ്റ്റേ കൺസിസ്റ്റൻറ്റ്. തീർച്ചയായിട്ടും ഈ പ്രിപ്പറേഷൻ വഴി നിങ്ങൾക്ക് പ്രോഗ്രസ് മാത്രമാണ് ഉണ്ടാവുക, നിങ്ങളെ മുന്നോട്ട് മാത്രമാണ് കൊണ്ടുപോവുക. സോ അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് പർട്ടിക്കുലർ വീഡിയോ ആൻഡ് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.